ഇന്ന് പരിപാവനമായ അതിശ്രേഷ്ഠമായ മുഹറം 10 ദിവസമാണ്, ആഷുറയുടെ ദിവസമാണ്. ഇന്നത്തെ ഈ ദിവസത്തിൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന ഓരോ മുഅ്മിനും ഓരോ മുഅ്മിനത്തും ചെയ്യേണ്ട അതിപ്രധാനപ്പെട്ട ചില അമലുകൾ ചുരുക്കി പറയുന്നു. കേട്ടു നോക്കിയാലോ. പരിശുദ്ധമായ റമദാൻ കഴിഞ്ഞാൽ അത് ശ്രേഷ്ഠമായ നോമ്പാണ് ഈ പരിപാവനമായ മുഹറം മാസത്തിലെ നോമ്പ്. ആ മുഹറം മാസത്തിലെ അതിശ്രേഷ്ഠമായ നോമ്പാണ് മുഹറം 10 നോമ്പ്, അഥവാ ഇന്നത്തെ ദിവസം നമ്മൾ പിടിച്ചിരിക്കുന്ന അനുഷ്ഠിച്ച നോമ്പ്. ഇന്നത്തെ ഈ നോമ്പ് പിടിച്ച ഒരു മനുഷ്യന് അള്ളാഹു കൊടുക്കുന്ന 3 വലിയ അത്ഭുതങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയുമോ? ആഷുറയുടെ മുഹറം 10 ദിവസത്തിൽ അന്നത്തെ പകലിൽ, അതായത് ഇന്നത്തെ പകലിൽ അല്ലാഹു തആല ലോകത്തിലെ എല്ലാ സ്ഥലങ്ങളിലേക്കും, അതായത് ലോകത്തിലെ കിണറുകൾ, കുളങ്ങൾ, പുഴകൾ, കായലുകൾ, ഇതിലേക്കെല്ലാം അല്ലാഹു തആല സംസം വെള്ളം തുറന്നുവിടും. ഇന്നത്തെ പകലിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ കുളിച്ചാൽ അവനിക്ക് ഈ വർഷം മുഴുവനും രോഗത്തിൽ നിന്നും ശിഫയാണ്. ഈ വാർത്ത ഉള്ളതാണോ ഇല്ലാത്തതാണോ ഒന്ന് ചർച്ച ചെയ്താലോ. പരിശുദ്ധമായ മുഹറം 10 ഈ അസുലഭ മുഹൂർത്തത്തിൽ ഇന്നത്തെ ഈ ദിവസം 3 ദിക്റുകളാണ് ഏറ്റവും കൂടുതലായി നമ്മൾ അധികരിപ്പിക്കേണ്ടത്. നമുക്കൊന്ന് പരിശോധിച്ചാലോ ഏറ്റവും പുണ്യമുള്ള ഈ മുഹറം 10 എന്ന് അതിശ്രേഷ്ഠമായ ആ 3 ദിക്റുകൾ ഏതാണെന്ന്. ഇന്നത്തെ ഈ ദിവസം നോമ്പ് തുറയിൽ ഉൾപ്പെടെ നമ്മൾ ചെയ്യേണ്ട, പറയേണ്ട, മനസ്സിലാക്കേണ്ട ദിക്റുകൾ, സ്വലാത്തുകൾ, മറ്റ് മസ്അലകൾ ഏതൊക്കെയാണെന്ന് വിശാലമായി ചർച്ച ചെയ്യാം. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹ ആദരവ് നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ആരെല്ലാം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ അവരുടെയും നമ്മുടെയും മനസ്സിലുള്ള എല്ലാ നല്ല ഉദ്ദേശങ്ങളും അല്ലാഹു സഫലീകരിക്കുമാറാവട്ടെ. എല്ലാ രോഗങ്ങൾക്കും അല്ലാഹു ശിഫാ നൽകുമാറാവട്ടെ. എല്ലാ കാര്യത്തിലും അല്ലാഹു ഖൈറും സലാമത്തും റാഹത്തും നൽകട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹ്. അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ നമ്മളെല്ലാവരും ഈ പരിപാവനമായ മുഹറം മാസത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പുണ്യമുള്ള ദിനമാകുന്ന മുഹറം 10 അഥവാ ആഷുറയുടെ ദിവസത്തിലെ പകലിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇന്ന് നമ്മുടെ നോമ്പ് പിടിച്ച ആളുകൾ അള്ളാഹു തആല ഇന്നത്തെ നോമ്പിൻ്റെ എല്ലാ പോരായ്മകളും പരിഹരിച്ച് നമ്മളിൽ നിന്നും കബൂലാക്കുമാറാവട്ടെ. ഇന്നലെ നമ്മൾ താസുആയുടെ മുഹറം 9 നോമ്പ് പിടിച്ചവരാണ്. ഒരുപാട് ദിക്റുകൾ ചൊല്ലി, ഒരുപാട് സ്വലാത്തുകൾ പറഞ്ഞു, അതുപോലെ ഒരുപാട് നമ്മൾ ദുആ ചെയ്തു, ഇസ്തിഗ്ഫാർ പറഞ്ഞു. അതുപോലെ ഇന്നലെ നോമ്പ് തുറ നമ്മൾ വിശാലമായി പരമാവധി അല്ലാഹു തആല നമുക്ക് നൽകിയ ആ സമ്പത്ത് കൊണ്ട് നമ്മൾ നല്ലതുപോലെ നോമ്പ് തുറന്നവരാണ്. ഇന്നലത്തെ രാത്രി നമ്മളിൽ പല ആളുകളും ഹയാത്താക്കിയവരാണ്. അല്ലാഹു തആല എല്ലാ അമലുകളും സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അതിശ്രേഷ്ഠമായ മുഹറം 9, മുഹറം 10 അഥവാ താസുആ, ആഷുറ ദിനങ്ങളെ സ്വീകരിക്കുവാനും ഒരുപാട് ഇബാദത്ത് ചെയ്യുവാനും പടച്ച തമ്പുരാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ. ഇന്നത്തെ ഈ ദിവസം വളരെ ശ്രേഷ്ഠമാണ്. അൽഹംദുലില്ലാഹ്. എത്ര പറഞ്ഞാലും എത്ര അള്ളാഹുവിന് സ്തുതികൾ അർപ്പിച്ചാലും മതിയാവാത്ത ഒരു ദിനം കൂടിയാണ് ഇന്ന്. മുഹറം 10 ആഷുറയുടെ ദിവസമായതുകൊണ്ട് മുഅ്മിനീങ്ങൾക്ക് ഇന്ന് പെരുന്നാളിൻ്റെ മേൽ പെരുന്നാൾ, ഇരട്ടി പെരുന്നാളാണ്. എന്താ അങ്ങനെ പറയാനുള്ള കാരണം? മുഹറം 10 ആഷുറ എന്നാണ് പറയുക. ആഷുറ അതായത് മുഹറം 10ാമത്തെ ദിവസം. ഈ ആഷുറ എന്ന് പേര് വരാൻ 2 കാരണമാണ്. ഒന്നാമത്തേത് മുഹറം 1, 2, 3, 4 അങ്ങനെ നമ്മൾ എണ്ണിയാൽ 10ാമത്തെ ദിവസമാണിന്ന്. അതുകൊണ്ട് ആഷുറ, ആഷറ എന്ന വാക്കിൽ നിന്നും പിടിച്ച് ആഷുറ 10ാമത്തെ ദിവസം എന്ന് ഇന്നത്തെ ദിവസത്തിന് പേര് വെക്കപ്പെട്ടു. രണ്ടാമത്തെ കാരണം മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരിൽ 10 പ്രവാചകന്മാർക്ക് അല്ലാഹു തആല 10 തരത്തിലുള്ള അനുഗ്രഹങ്ങൾ കൊടുത്തിട്ടുള്ള ദിവസമാണ് ഇന്നത്തെ ഈ ദിവസം. കഴിഞ്ഞുപോയ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർക്ക് അവർക്ക് വേണ്ട അനുഗ്രഹങ്ങൾ കൊടുത്തിട്ടുള്ള മാസമാണ് ഈ മുഹറം മാസം, പ്രത്യേകിച്ച് മുഹറം 10 ദിവസം. ഈ മുഹറം 10 ദിവസം ഈ ലോകത്ത് എന്തൊക്കെ അത്ഭുതങ്ങളാണ് സംഭവിച്ചതെന്ന് മഹാന്മാരായ ഉലമാക്കൾ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആകാശ ലോകത്തെ പടക്കാൻ ആരംഭിച്ചത് ഈ മുഹറം 10 എന്നായിരുന്നുവെന്ന് കിതാബുകളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്.
ഭൂമിയെ അല്ലാഹു തആല സൃഷ്ടിക്കാൻ തുടങ്ങുന്നത്, അല്ലാഹുവിൻ്റെ അർശിനെ സൃഷ്ടിക്കാൻ തുടങ്ങുന്നത്, അതുപോലെ തന്നെ ഈ ഭൂമി ലോകത്ത് ആദ്യമായി ആകാശത്ത് നിന്നും ഭൂമിയിലേക്ക് മഴത്തുള്ളി വീണത് അഥവാ മഴ പെയ്തത് ഇതുപോലെ ഒരു മുഹറം 10 എന്നാൻ. അതുപോലെ ആ വെള്ളം വീണിട്ട് ഈ ഭൂമിയിൽ ആദ്യമായി ഈ സസ്യങ്ങൾ മുളച്ചത് അതും ഒരു പരിശുദ്ധമായ മുഹറം മാസം 10 എന്നാൻ. അതുകൊണ്ട് തന്നെ മുഹറം 10 ദിവസത്തിന് യൗമുസീന അലങ്കാര ദിനമെന്ന് ഈ ഒരു ദിവസത്തിന് പേര് വെക്കപ്പെട്ടിട്ടുണ്ടെന്നാണ്. ഇന്നത്തെ ഈ ദിവസം ഒന്ന് ചിരിക്കൽ പോലും വലിയ ശ്രേഷ്ഠതയുണ്ട് എന്ന് മഹത്തുക്കളായ ഉലമാക്കൾ നമുക്ക് പറഞ്ഞു തരുന്നു. അതായത് ഒന്ന് ചിരിക്കൽ പോലും വളരെയധികം ശ്രേഷ്ഠതയുള്ള ദിവസമാണ് മുഹറം 10 അന്ന്. പിന്നെയോ ഇനി പ്രവാചകന്മാരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു സൃഷ്ടിക്കുന്നു. ആദം നബി അള്ളാഹു തആല സ്വർഗത്തിലേക്ക് കടത്തുന്നു. ഇതൊക്കെ നടന്നത് മുഹറം 10 എന്നാണ്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ കപ്പൽ നങ്കൂരമിടുന്നതും, അതുപോലെ തന്നെ മഹാനായ ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹു വലിയ ഉന്നതമായ സ്ഥാനം കൊടുക്കുന്നതും, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമിയിൽ ജനിക്കുന്നതും, അങ്ങനെ ജനിച്ച് വളർന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിൽ നിന്നും രക്ഷപ്പെടുന്നതും, അതുപോലെ യഅ്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അവിടുത്തെ കാഴ്ച അല്ലാഹു തആല തിരിച്ചു കൊടുക്കുന്നതും, യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു തആല ജയിലിൽ നിന്നും മോചിപ്പിക്കുന്നതും, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും 16 ലക്ഷത്തോളം ഇസ്രായേൽക്കാരെയും കൊണ്ട് ചെങ്കടൽ മുറിച്ചു കടന്ന ആ ഒരു അത്ഭുതപ്പെടുത്തുന്ന സംഭവം ഉണ്ടായത് ഇതുപോലൊരു മുഹറം 10 എന്നാണ്. അല്ലാഹു തആല ഫിർഔനിനെയും 6 ലക്ഷത്തോളം വരുന്ന ഫിർഔനിന്റെ കിങ്കരന്മാരെയും ആ ചെങ്കടലിൽ വെള്ളത്തിൽ മുക്കി നശിപ്പിച്ചതും, അതുപോലെ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു തആല മത്സ്യത്തിന്റെ വയറ്റിൽ നിന്നും രക്ഷപ്പെടുത്തിയതും, അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ രോഗം അല്ലാഹു തആല പൂർണ്ണമാക്കി ശിഫയാക്കി കൊടുത്തതും, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വാനലോകത്തേക്ക് അല്ലാഹു തആല ഉയർത്തിയതും, നഷ്ടപ്പെട്ടുപോയ രാജാധികാരം സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു തആല തിരിച്ചു കൊടുത്തതുമൊക്കെ ഈ മുഹറം 10 എന്നാൻ. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രം നമ്മൾ മുമ്പത്തൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. വളരെ അത്ഭുതപ്പെടുത്തുന്ന ചരിത്രം. 40 ദിവസമാണ് മഹാനവറുകൾ ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നതെന്നാണ്. അവിടെ കിടന്ന് ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ആ അത്ഭുതപ്പെടുത്തുന്ന ആ ഒരു ദിക്ർ പറഞ്ഞതിൻ്റെ വലിയ ശ്രേഷ്ഠത കൊണ്ട് അല്ലാഹു തആല രക്ഷപ്പെടുത്തി. ഇന്നും നമുക്ക് ഇസ്രായേലിലേക്ക് ചെന്നാൽ, അതുപോലെ ഫലസ്തീനിൽ ചെന്നാൽ ഈ മസ്ജിദ് യൂനുസ് എന്ന് പറയുന്ന ഒരു പള്ളി കാണാം. അതായത് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഒരു പള്ളി ഇന്നും നമുക്ക് ഫലസ്തീനിൽ കാണുവാൻ സാധിക്കും. മസ്ജിദ് യൂനുസ് എന്നാണ് ആ പള്ളിയുടെ പേര്. അത് ഇസ്രായേൽ പട്ടാളം ഇപ്പോൾ അത് ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇപ്പോഴും ആ പള്ളി അവിടെ ഈ ഒരു ചരിത്രത്തിന്റെ സ്മാരകമായി അവിടെ മുൻഗാമികൾ പണിതു വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഒരുപാട് പേർക്ക് അല്ലാഹു തആല കൊടുത്തിട്ടുള്ള ഒരു ദിവസമാണ് ഈ മുഹറം മാസത്തിന്റെ ഇന്നത്തെ ഈ ദിവസം, മുഹറം 10 ആശുറാഇന്റെ ദിവസം. എൻ്റെ മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ഈ ദിവസം നമ്മൾ ചെയ്യേണ്ട ഒരുപാട് അമലുകളുണ്ട്. ഇന്ന് നമ്മളെല്ലാവരും നോമ്പുകാരാണ്. ഇന്നത്തെ നോമ്പ് പിടിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് കൊടുക്കുന്ന പ്രതിഫലം എന്താണ്? അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസിൽ നിന്നും നമുക്ക് കാണുവാൻ സാധിക്കും. 3 തരത്തിലുള്ള വമ്പൻ നേട്ടമാണ് ഈ ആശുറാഇന്റെ നോമ്പ് പിടിക്കുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്നത്. ഒന്നാമത്തേത് 60 സന, 60 കൊല്ലം നോമ്പ് പിടിച്ചത് പോലെയുള്ള പ്രതിഫലമാണ്. 60 വർഷം നോമ്പ് പിടിച്ചത് പോലെയുള്ള പ്രതിഫലം അല്ലാഹു കൊടുക്കുന്നതാണ്. പിന്നെയോ 70 ഹജ്ജ, 70 ഹജ്ജ് ചെയ്തവനെ പോലത്തെ പ്രതിഫലം അല്ലാഹു കൊടുക്കുന്നതാണ്. പിന്നെയോ മറ്റൊരു ഹദീസിൽ കാണാം, കഫാറത്തുസ്സന, 1 വർഷത്തെ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നതാണ്. ഈ 3 വലിയ പ്രതിഫലങ്ങളാണ് അല്ലാഹു തആല ഇന്നത്തെ ഈ ദിവസം നോമ്പ് പിടിക്കുന്നവർക്ക് വെച്ചിട്ടുള്ളത്. ഉസ്താദേ, ഇന്ന് നോമ്പ് പിടിക്കാൻ പറ്റിയിട്ടില്ല, ഇന്ന് എനിക്ക് രോഗമായിരുന്നു, അല്ലെങ്കിൽ ഇന്ന് എനിക്ക് മെൻസസ് ആയിരുന്നു, നിസ്കാരമില്ല, അതുകൊണ്ട് നോമ്പ് പിടിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ പ്രയാസപ്പെടുന്ന ഉമ്മമാരുണ്ടാകും, ഉപ്പമാരുണ്ടാകും. രോഗങ്ങൾ കാരണം നോമ്പ് പിടിക്കാൻ പറ്റാത്ത ഉപ്പമാരുണ്ടാകും, സഹോദരന്മാരുണ്ടാകും. അങ്ങനെയുള്ളവരെ നിങ്ങൾക്ക് ഇന്ന് ചെയ്യേണ്ട 3 കാര്യം ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒന്ന് ഉണർത്തുകയാണ്. ഇന്ന് ചെയ്യേണ്ടത്, ഇന്നത്തെ ഈ ആശുറാഇന്റെ നോമ്പ് നിങ്ങൾക്ക് പിന്നീട് ഖളാ വീട്ടാം.
മറ്റൊരു ദിവസം നിങ്ങൾക്ക് ഖളാ വീട്ടാം. എങ്ങനെ? നഷ്ടപ്പെട്ടു പോയ മുഹറം 10 സുന്നത്തായ നോമ്പ് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ പിടിച്ചു വിടുന്നു എന്ന് നിയത്ത് വെക്കാം. അങ്ങനെ നിയത്ത് വെച്ച് നോമ്പ് നിങ്ങൾക്ക് ഖളാ വീട്ടാം. ആ പ്രതിഫലം അല്ലാഹു നൽകും. രണ്ടാമത്തേത്, നോമ്പ് തുറയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങൾ ബന്ധപ്പെടണേ. ഇന്നത്തെ നോമ്പ് തുറയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമ്മൾ സജീവമായാൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം എത്ര നോമ്പുകാർ കഴിക്കുന്നുണ്ടോ അതുപോലത്തെ ആ നോമ്പുകാരുടെ പോരോത്ത പ്രതിഫലം, നോമ്പിന്റെ പ്രതിഫലം അല്ലാഹു നമുക്ക് നൽകുന്നതാണ്. മറ്റൊരു കാര്യം നമ്മൾ ചെയ്യേണ്ടത്, ഇന്നത്തെ പകലിൽ നമ്മൾ നോമ്പുകാരെ പോലെ കഴിയുക. പരസ്യമായ ഭക്ഷണമൊന്നും കഴിക്കാതെ നോമ്പുകാരെ പോലെ കഴിയുക. അപ്പം നോമ്പിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. മറ്റൊരു കാര്യം, കഴിയുമെങ്കിൽ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി യാസീനോദനെ ഉമ്മമാർ വീട്ടിലിരുന്ന് യാസീനോദിയാൽ മതി. മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ഉപ്പാക്ക് ഉമ്മാക്ക് വേണ്ടി, അല്ലെങ്കിൽ ഭർത്താവിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, സഹോദരന്മാർക്ക് വേണ്ടി എന്ത് ചെയ്യുക? യാസീനോദി ദ്വാരക്കുക. പുരുഷന്മാർ പള്ളിയിൽ പോകുമ്പോൾ മരണപ്പെട്ടു പോയവരുടെ ഖബർ സിയാറത്ത് ചെയ്യുക. അതൊക്കെ വലിയ പുണ്യമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം ഒരു അമൽ ചെയ്താൽ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങൾ നൽകുന്ന ഒരു വലിയ അസുലഭ മുഹൂർത്തമുള്ള ദിവസമാണ് ഇന്നത്തെ ഈ ദിവസം, ആശുറാഇന്റെ ദിവസം. അതുപോലെ പരമാവധി സ്വലാത്തുകൾ അധികരിപ്പിക്കുക. അറിയാവുന്ന സ്വലാത്ത് പറയണേ. അതത് സ്വലാത്ത് നമുക്കറിയാമല്ലോ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അതുപോലെ മറ്റൊരു സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹ്. ആ സ്വലാത്ത് നമുക്കറിയാം. അതുപോലെ കൻസു സ്വലാത്ത്, അതുപോലെ താജു സ്വലാത്ത്. പിന്നെ നമുക്ക് എല്ലാവർക്കും എളുപ്പമുള്ള സ്വലാത്തുണ്ട്, സ്വലാത്തുൽ ഫിർദൗസിയ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലിം, അല്ലെങ്കിൽ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടങ്ങിയ സ്വലാത്തുകൾ നമുക്കറിയാം. സ്വലാത്തുൽ ഫാത്തിഹ നമുക്കറിയാം. അതുപോലെ തന്നെ നാരിയത്തു സ്വലാത്ത്. ഇങ്ങനെ അറിയാവുന്ന സ്വലാത്തുകൾ പറയുക. അതുപോലെ ഒരുപാട് ദിക്റുകളുണ്ട്. ഇന്നത്തെ ഈ ദിവസം നമ്മൾ ഏറ്റവും കൂടുതൽ പറയേണ്ട 3 ദിക്റുകളുണ്ട്. ഒന്നാമത്തെ ദിക്ർ മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ ദിക്റാണ്. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഇപ്പോൾ തന്നെ ഒന്ന് പറഞ്ഞേ എൻ്റെ ഉമ്മമാരെ, എൻ്റെ ഉപ്പമാരെ, ഇപ്പോൾ തന്നെ നമുക്കൊന്ന് പറയാം. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഒന്നുകൂടി, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. രണ്ടാമത്തേത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് വീണപ്പോ അവിടെ നിന്നും അല്ലാഹുവിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാവാൻ മഹാനവറുകൾ ചെയ്ത ഒരു ദിക്റാണ് ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഒന്ന് പറഞ്ഞേ, എല്ലാവരും ഒന്ന് പറഞ്ഞേ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ആ ദിക്ർ നമ്മൾ പരമാവധി അധികരിപ്പിക്കണേ. അതുപോലെ തന്നെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഒന്ന് പറഞ്ഞേ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഇതല്ലാത്ത ഒരുപാട് ദിക്റുകൾ നമുക്കറിയാം, തസ്ബീഹുകൾ അറിയാം. അതൊക്കെ ഇങ്ങനെ ഒരുപാട് വട്ടം പറയുക. ഇന്ന് മഗ്രിബിന് മുമ്പ് പരമാവധി നമ്മൾ സ്വലാത്ത് ചൊല്ലി തീർക്കുക. അതുപോലെ തന്നെ ദിക്ർ പറഞ്ഞു തീർക്കുക. അതുപോലെ ഇസ്തിഗ്ഫാർ മറന്നു പോവണ്ട, തൗബ ചെയ്യാൻ മറന്നു പോവണ്ട. ഇസ്തിഗ്ഫാർ തന്നെ തൗബയാണല്ലോ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. പടച്ചോനെ പറ്റിപ്പോയി റബ്ബേ എന്ന് നമ്മൾ മനസ്സ് തട്ടി പറയുക. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണേ. അതുപോലെ തന്നെ നമ്മൾ അധികരിപ്പിക്കേണ്ട ഇന്നത്തെ ഈ പകലിൽ അധികരിപ്പിക്കേണ്ട വിശുദ്ധമായ ഖുർആനിലെ അതിശ്രേഷ്ഠമായ 2 ആയത്തുകളാണ് സൂറത്തു തൗബയുടെ അവസാനത്തെ 2 ആയത്തുകൾ. നമുക്കറിയാമല്ലോ, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് തുടങ്ങി ബിസ്മി ഒഴിവാക്കി നമ്മൾ ഓതേണ്ട ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. ഇത് പരമാവധി നമ്മൾ അധികരിപ്പിക്കുക, ഒരുപാട് കണ്ട് അധികരിപ്പിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ ദുആ ചെയ്യണേ.
ഉസ്താദിനോട് ദുആ വസിയത്ത് മാത്രം പോരാ, സ്വന്തമായി നമ്മളൊന്ന് ദുആ അരക്കണേ. നിങ്ങൾ സ്വന്തമായി നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നത് പോലെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്താൽ ആവൂലല്ലോ. ഞാൻ എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്നത് പോലെ എനിക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്താൽ ആവൂലല്ലോ. അതുകൊണ്ട് സ്വന്തം കാര്യം അല്ലാഹുവിലേക്ക് പറഞ്ഞ്, പടച്ചോനെ എൻ്റെ രോഗത്തിൻ്റെ കാര്യം, എൻ്റെ മക്കളുടെ രോഗത്തിൻ്റെ കാര്യം, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ ഉമ്മ, എൻ്റെ വാപ്പ, അവരുടെയൊക്കെ രോഗങ്ങളെ ശിഫയാക്കണേ എന്ന് നമ്മൾ മനസ്സുരുകി ദുആ ചെയ്താൽ അല്ലാഹു ദുആ സ്വീകരിക്കും, തട്ടിക്കളയില്ല. കാരണം ഇന്ന് ആശുറാഇന്റെ ദിവസമാണ്. ഒരുപാട് പ്രവാചകന്മാർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുത്ത ദിവസമാണ്. വലിയ ശ്രേഷ്ഠതയുള്ള, ശ്രേഷ്ഠതയുടെ മേൽ ശ്രേഷ്ഠത. അതുകൊണ്ട് ഇന്നത്തെ ദിവസം നമ്മൾ ദുആകൾ അധികരിപ്പിക്കണേ. അതുപോലെ ഇന്നത്തെ മഗ്രിബിന് മുമ്പ് പരമാവധി ദിക്റുകൾ, സ്വലാത്തുകൾ ചൊല്ലിത്തീർത്ത് മഗ്രിബിന്റെ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? പരമാവധി നമ്മൾ സൂക്ഷ്മതയോടെ നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊന്നും വരാതെ നമ്മൾ ശ്രദ്ധിക്കണമേ. അതുപോലെ തന്നെ നോമ്പ് തുറയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നോമ്പ് തുറ, ഇന്നത്തെ നോമ്പ് തുറക്കും വലിയ ശ്രേഷ്ഠതയുണ്ട്, ഇന്നലത്തെ നോമ്പ് തുറക്കും വലിയ ശ്രേഷ്ഠതയുണ്ട്. ഇന്നത്തെ നോമ്പ് തുറക്ക് നമ്മുടെ കുടുംബത്തിൽ വിശാലത ചെയ്യുക. അതോടൊപ്പം തന്നെ വിശാലത ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നോമ്പ് തുറയിൽ വളരെ റാഹത്തായ നിലയിൽ ഒന്ന് കുടുസാക്കാതെ ഒന്ന് വിശാലമാക്കുക. നമ്മുടെ മക്കൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്ത് നമ്മുടെ കുടുംബാദികളെ കൂട്ടി ഒന്ന് വിശാലമായിട്ടുള്ളൊരു നോമ്പ് തുറ നടത്തിയാൽ അത് നമ്മുടെ ഈ വർഷം മുഴുവനും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു തആല വിശാലത നൽകാൻ, വലിയ ഖൈർ നൽകാൻ അത് കാരണമാണ്. അതുപോലെ തന്നെ നോമ്പ് തുറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്നുകിൽ ഈത്തപ്പഴം കൊണ്ട്, കാരക്ക കൊണ്ട് നോമ്പ് തുറക്കുക, അല്ലെങ്കിൽ വെള്ളം കൊണ്ട് നോമ്പ് തുറക്കുക. അതിനുശേഷമായിരിക്കണം സമൂസയും കട്ട്ലേറ്റും ഒക്കെ കഴിക്കേണ്ടത്. ആദ്യം ഈത്തപ്പഴം അല്ലെങ്കിൽ കാരക്ക, അത് കഴിഞ്ഞ് പച്ചവെള്ളം. ആ നോമ്പ് തുറക്കുമ്പോഴുള്ള സുന്നത്താണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞു നോമ്പ് തുറക്കുക. അല്ലാഹുമ്മ ലക സുംദു വഅലാ റിസ്കിക അഫ്തർതു എന്ന് നോമ്പ് തുറക്കുമ്പോഴുള്ള ദുആ. അതുപോലെ തന്നെ മറ്റൊരു ദുആയാണ് ദഹബൽ ലമഉ വബ്തല്ലത്തിൽ ഉറൂഖു വസബതൽ അജ്റു ഇൻഷാ അല്ലാഹ്. ആ ദുആ നമ്മൾ പറയണേ. അതുപോലെ തന്നെ ഇന്നത്തെ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് ആരും ഓടിപ്പോവരുതേ. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് മഗ്രിബിന് ശേഷമുള്ള 2 റക്അത്ത് സുന്നത്തുണ്ട്. അവിടെ തന്നെ ഇരുന്ന് ഒന്ന് കൈ ഉയർത്തിയിട്ട്, പടച്ചോനെ ഞാൻ ഇന്ന് പിടിച്ച നോമ്പ്, ഇന്നലെ പിടിച്ച നോമ്പ് നീ സ്വീകരിക്കണേ അല്ലാഹ്, തട്ടിക്കളയല്ല റഹ്മാനെ, അല്ലാഹുവിൻ്റെ പാപങ്ങൾ പുറത്തു തരണേ അല്ലാഹ്. നമുക്കറിയാവുന്നത് അറബിയിൽ തന്നെ വേണമെന്നില്ല, നമുക്കറിയാവുന്ന ദുആകൾ അറബിയിലും പറയുക, അല്ലാത്തത് മലയാളത്തിൽ അല്ലാഹുവിനോട് പറഞ്ഞ് ഒരു കുറഞ്ഞ സമയം 1 മിനിറ്റെങ്കിലും നമുക്ക് അവിടെ ഇരുന്നിട്ട് ദുആ ചെയ്യാൻ പറ്റിയാൽ നമ്മുടെ ജീവിതം തന്നെ മാറി മറിയുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്ന് പരിശുദ്ധമായ മുഹറം മാസം 10-ാമത്തെ ആശുറാഇന്റെ നോമ്പാണ്. അതുപോലെ തന്നെ നാളെ മുഹറം 11-ആണ്. നാളെയും നോമ്പ് പിടിക്കൽ സുന്നത്താണ്. ഇന്നലെ നമ്മൾ മുഹറം 9-ന്റെ നോമ്പ് പിടിച്ചു, ഇന്ന് മുഹറം 10-ന്റെ നോമ്പ്. നാളെയും പിടിക്കൽ സുന്നത്താൻ, കഴിയുന്നവർക്ക് പിടിക്കാം. മുഹറം 9-ന്റെ നോമ്പ് പിടിക്കാൻ പറ്റാത്തവരുണ്ട്, മുഹറം 11-ന് പിടിക്കാം. അല്ലാഹുവേ, മുഹറം 9-ന് എനിക്ക് പിടിക്കാൻ പറ്റാതെ പോയ താസ്വാഇന്റെ നോമ്പ് ഞാനിതാ ഖളാ വീട്ടുന്നു എന്ന് നമുക്ക് നാളെ നിയ്യത്ത് വെച്ച് പിടിക്കാം. പിന്നെ നാളെ നിയ്യത്ത് വെക്കുമ്പോൾ മുഹറം 11-ന്റെ സുന്നത്തായ നോമ്പ് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു എന്ന് നിയ്യത്ത് വെക്കാൻ മറന്നു പോവണ്ട. നാളത്തെ നോമ്പിൻ്റെ നിയ്യത്ത് മുഹറം 11-ന്റെ സുന്നത്തായ നോമ്പ് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു. അതോടൊപ്പം തന്നെ റമദാനിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പുണ്ടെങ്കിൽ അത് നമുക്ക് ഖളാ വീട്ടാവുന്നതാണ്. പിന്നെ മുഹറം മാസത്തിലെ ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ നോമ്പ് പിടിക്കൽ സുന്നത്താണ്. ഈ മുഹറം 10-നും അതുപോലെ 9-നും, നാളെ 11-ആണ്, നാളെയൊക്കെ നോമ്പ് പിടിക്കാൻ പറ്റാതെ ഈ മെൻസസ് ഉള്ള ഉമ്മമാരൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിലുള്ള നിങ്ങൾക്ക് പറ്റുന്ന സൗകര്യമുള്ള, നിങ്ങൾ കുളിച്ച് ശുദ്ധിയാകുന്ന ഏതാണോ ദിവസം ആ ദിവസങ്ങളിലൊക്കെ ഈ കഴിഞ്ഞു പോയ നോമ്പൊക്കെ പിടിക്കാൻ പറ്റാത്ത നോമ്പ് ഖളാ വീട്ടാവുന്നതാണ്. അത് കുഴപ്പമില്ല. മുഹറം 10-മായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് ശ്രേഷ്ഠതകൾ പറഞ്ഞു, ഒരുപാട് മഹത്വങ്ങൾ. എന്നാൽ ഈ മുഹറം 10-ന്റെ ശ്രേഷ്ഠതയും മഹത്വവും ഒക്കെ കളങ്കപ്പെടുത്തുന്ന തരത്തിൽ ഇന്ന് മുസ്ലിം എന്ന ടൈറ്റിലുള്ള കുറച്ച് ആളുകൾ അവരെന്ത് ചെയ്യുന്നു? ഒരുപാട് അനാചാരങ്ങളുണ്ട്. നമുക്കിടയിൽ തന്നെ ഒരുപാട് അനാചാരങ്ങൾ നമ്മൾ ചിന്തിച്ചു കൂട്ടിയിട്ടുണ്ട്. അതായത് മുഹറം 10 ആശുറാഇന്റെ ദിവസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തുള്ള എല്ലാ കിണറുകൾ, കുളങ്ങൾ, കായലുകൾ, പുഴകൾ അതിലേക്കൊക്കെ സംസം വെള്ളം കടത്തിവിടും. അന്ന് ആ ഒരു ദിവസം കുളിച്ചാൽ എല്ലാ രോഗങ്ങൾക്കും ശിഫയാണ് എന്ന് ഈ ഒരു പൊട്ടത്തരം ആരോ നമ്മളെ മുമ്പ് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. അതിപ്പോഴും പാടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒന്നില്ല. മുഹറം 10-ന്റെ അന്ന് എല്ലാ സ്ഥലത്തിലേക്കും അല്ലാഹു സംസം വെള്ളം ഇറക്കും, ഹൗദുൽ കൗസര വെള്ളം ഇറക്കും. അങ്ങനെയൊന്നും ഒരു സ്ഥലത്തും ഇല്ല.
ഒരു സ്ഥലത്തുമില്ല. അങ്ങനെ ആരെങ്കിലുമൊക്കെ കരുതിയിട്ടുണ്ടെങ്കിൽ അതൊരു ഫേക്കായ ന്യൂസാണ്, അത് ഫേക്കായ ഒരു വാർത്തയാണ്. അങ്ങനെയൊന്നുമില്ല. പിന്നെ ഈ ഷിയാക്കളൊക്കെ കാണിച്ചു കൂട്ടുന്ന എത്രയോ അനാചാരങ്ങൾ. അതിനുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മോളാകുന്ന ഫാത്തിമ ബീബിയുടെ മക്കളിൽ പ്രധാനിയാകുന്ന മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു കർബല എന്ന് പറയുന്ന യുദ്ധത്തിൽ വെച്ച് കൊല്ലപ്പെടുകയാണ്, ഷഹീദാവുകയാണ്. അല്ലാഹു തആല അവരോടൊപ്പമൊക്കെ നമുക്ക് സ്വർഗത്തിൽ കടക്കാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ. അപ്പോൾ ആ ഒരു കർബല യുദ്ധത്തിൽ മഹാനായ ഹുസൈൻ തങ്ങൾ ഷഹീദായതിൻ്റെ പേരിൽ ഇവരിങ്ങനെ ഇപ്പോഴും ആ ഒരു ദുഃഖാചരണം കൊണ്ട് നടക്കുകയാണ്. മഹാനായ ഹുസൈൻ തങ്ങളുടെ രക്തം ഭൂമിയിൽ വീണപ്പോൾ ഭൂമി മുഴുവനും പാപമംഗിലമായി. അപ്പോൾ അതിൽ നിന്നും ശുദ്ധിയാവാൻ എല്ലാ മുഹറം 10 എന്നും നമ്മുടെ രക്തവും ഭൂമിയിലേക്ക് ഒഴുക്കണം എന്നൊക്കെ കെട്ടുകഥകൾ പറഞ്ഞ് വേണ്ടാത്തരങ്ങൾ പറഞ്ഞ് വലിയ വാളും അതുപോലെ തന്നെ ബ്ലേഡൊക്കെ ആയിട്ട് ശരീരത്തെ ഇങ്ങനെ അടിച്ചടിച്ച് ഷിയാക്കൾ സ്വയം മുറിവേൽപ്പിച്ച് സ്വയം ശരീരത്തെ പീഡിപ്പിക്കുന്ന ചില ചെയ്തികൾ നമ്മൾ കണ്ടവരാണ്, നമ്മൾ കാണുന്നവരാണ്, നമ്മൾ അറിഞ്ഞവരാണ്. അപ്പോൾ ആ ഒരു പ്രവൃത്തിയൊക്കെ അതൊക്കെ ഒരു അനാചാരമാണ്, അതൊന്നും ദീനിൽ ഇല്ലാത്തതാണ്. അതൊന്നും ചെയ്യാനോ അതിനെ പ്രോത്സാഹിപ്പിക്കാനോ പാടില്ല. അതൊന്നും നമ്മൾ ആരും ചെയ്യാറില്ല, നമ്മൾ അങ്ങോട്ട് ചിന്തിക്കേണ്ട കാര്യവുമില്ല. അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അത് നമുക്ക് ദീനിൽ ഇല്ലാത്തതാണെന്ന് പറഞ്ഞു തരുന്നു എന്ന് മാത്രം. ആശുറാഇന്റെ ദിവസമാണ്, പ്രവാചകന്മാർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുത്തു, അതുപോലെ നമുക്കും അനുഗ്രഹങ്ങൾ കിട്ടണം. ദിക്റുകൾ, സ്വലാത്തുകൾ, തസ്ബീഹുകൾ, അതുപോലെ ഇസ്തിഗ്ഫാർ, അതുപോലെ ഖുർആൻ പാരായണം, അതുപോലെ തന്നെ ഖബർ സിയാറത്ത്, കുടുംബത്തിൽ വിശാലത ചെയ്യുക, പിണക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റുക. പിണക്കങ്ങളൊന്നും വേണ്ട, അതൊക്കെ മാറ്റിയിട്ട് വേണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. എന്നാൽ മാത്രമേ നമ്മുടെ ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കൂ. അതുപോലെ നോമ്പ് തുറയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ഈ ദിവസം നമ്മൾ പിടിക്കുന്ന എല്ലാ അമലുകളും അല്ലാഹു സ്വീകരിക്കണം. അതിന് നമ്മുടെ ഖൽബ് നന്നാക്കണം. മറ്റുള്ളവരോടുള്ള അസൂയ, കുശുമ്പ്, പക അതൊക്കെ മാറ്റിവെക്കുക. അല്ലാഹു തആല നമ്മൾ ഇന്ന് പിടിക്കുന്ന നോമ്പ്, ഇന്നലെ പിടിച്ച നോമ്പ്, നമ്മൾ ചെയ്യുന്ന മുഴുവൻ അമലുകൾ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. നമ്മുടെ കമന്റ് സെക്ഷനിൽ പല ആളുകളും പല മോശമായ രൂപത്തിൽ വിമർശനാത്മകമായി കമന്റുകൾ രേഖപ്പെടുത്താറുണ്ട്. മറ്റൊന്നുമല്ല, നമ്മൾ ഓരോ വീഡിയോയിലും പറയുന്ന ദിക്റുകൾ, സ്വലാത്തുകൾ, ദുആകൾ, അതുപോലെ മസ്അലകൾ ഇതൊക്കെ ഉസ്താദ് വെറുതെ ഉണ്ടാക്കുന്നതാണ്, ഇതൊക്കെ വെറുതെ ആരും പറയാത്തതാണ്, ഇതൊക്കെ എവിടെ നിന്ന് കിട്ടി, ഇങ്ങനെ വിമർശനാത്മകമായി പുത്തൻവാദികളുടെ തനി സ്വഭാവം തന്നെ രൂപപ്പെടുത്തുന്ന തരത്തിൽ ചില മോശമായ കമൻറ്റുകൾ പലപ്പോഴും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. നമ്മളിവിടെ പറയുന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയ അടിസ്ഥാനത്തിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. അവരോടാണ് നമ്മൾ ഈ ചാനലിലൂടെ ഒരുപാട് ദിക്റുകളും സ്വലാത്തുകളും അതുപോലെ ദുആകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. ഒരുപാട് സഹോദരിമാരും സഹോദരങ്ങളും ഓരോ ദിവസവും കാത്തിരിക്കുകയാണ് നമ്മുടെ വീഡിയോക്ക് വേണ്ടി. അവർക്ക് ദുആ പറയാനും ദിക്റുകൾ പറയാനും വ്യത്യസ്തമായ സ്വലാത്തുകൾ പറയാനും ഒരുപാട് ആഗ്രഹങ്ങൾ. അതോടൊപ്പം തന്നെ അവരുടെ മനസ്സിലുള്ള ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ അതൊക്കെ അല്ലാഹു തആല മാറ്റി നൽകും എന്ന നീയത്തിൽ, നല്ല നീയത്തിൽ അവർ കമൻറ്റുകളായി രേഖപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഇതൊക്കെ വെറുതെ പൊട്ടീസാണ്, ഇതൊക്കെ അവിടെ നിന്നുണ്ടാക്കിയതാണ്, ഇവിടെ നിന്നുണ്ടാക്കിയതാണ്, ഏത് കിതാബിലാണെന്നൊക്കെ. അപ്പോൾ അവരോടൊക്കെ പറയാനുള്ളത്, ഇത് പരിശുദ്ധമായ ദീൻ, ആ ദീൻ പഠിച്ച മഹാന്മാരായ ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ച് നൽകിയതാണ്. ഖുർആനിൽ നിന്ന് മാത്രം അല്ലെങ്കിൽ ഹദീസിൽ നിന്ന് മാത്രമേ ഞങ്ങൾ ദീൻ എടുക്കൂ എന്ന് വിചാരിച്ചാൽ ഇവിടെ ഒന്നും നടക്കില്ല. വിശുദ്ധമായ ദീൻ 4 തൂണുകളിലാണ് നിൽക്കുന്നത്. 1 വിശുദ്ധമായ ഖുർആൻ, 2 പവിത്രമായ ഹദീസ്, 3 ഇജ്മാ, 4 ഖിയാസ്. ഈ 2 കാര്യങ്ങളും പല ആളുകളും തള്ളിക്കളയുകയാണ്. ഖുർആനും ഹദീസും ഞങ്ങൾക്ക് മതി, പക്ഷെ അതിൻ്റെ കൂടെ ഇജ്മാ വേണം, ഖിയാസ് വേണം. ഞാനൊന്ന് ചോദിക്കട്ടെ, പരിശുദ്ധമായ നിസ്കാരം, ആ നിസ്കാരത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള രൂപം നമുക്ക് ഖുർആനിൽ കാണാൻ സാധ്യമല്ല, അതുപോലെ ഹദീസിലും കാണുവാൻ സാധ്യമല്ല. ഏതെങ്കിലും ഒരു ഹദീസ് കാണിച്ചു തരാമോ നിസ്കാരത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള രൂപം? തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയത് മുതൽ സലാം വീട്ടുന്നവരെയുള്ള ഓരോ അമലുകളും, ആ അമലുകളിൽ ചെയ്യേണ്ട ദിക്റുകൾ, അതുപോലെ തന്നെ തസ്ബീഹുകൾ, ഇതൊക്കെ വിവരിച്ചുകൊണ്ട് ഒരു ഹദീസും മുത്തുനബി തങ്ങളിൽ നിന്നും വന്നിട്ടില്ല. ഇതൊക്കെ നമുക്ക് കിട്ടിയത് ഇജ്മാഇൽ നിന്നാണ്, ഖിയാസിൽ നിന്നാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് പഠിച്ച സ്വഹാബിമാർ അവർ നമുക്ക് പഠിപ്പിച്ച് നൽകിയ ആ രൂപത്തിൽ നിന്നും കോലത്തിൽ നിന്നുമാണ് ഇതൊക്കെ നമുക്ക് മനസ്സിലായത്.
അപ്പോൾ ഇവിടെ പറയുന്ന ഓരോ ദിക്റുകളും സ്വലാത്തുകളും മഹാന്മാരായ ഉലമാക്കൾ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചതാണ്. അതാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. ഫതുഹുൽ മുഈനിലുള്ള, അതുപോലെ ഇആനത്തു ത്വാലിബീനിലുള്ള, ഫതുഹുൽ ബാരിയിലുള്ള ഒരുപാട് ഹദീസുകൾ, മുസ്തദ്റക്കിൽ ഒരുപാട് ഹദീസുകളുണ്ട്. ബുഖാരി മുസ്ലിമിൽ ഇല്ലാത്ത ഒരുപാട് ഹദീസുകൾ മഹാനായ ഇമാം ഹാക്കിം തങ്ങളുടെ മുസ്തദ്റക്കിലുണ്ട്. അപ്പോൾ ഒരുപാട് ഹദീസുകൾ നമ്മൾ കാണാത്തതുണ്ട്, കണ്ടത് മാത്രമേ എടുക്കൂ. ആ ഒരു പിടിവാശി നമുക്ക് ചേർന്നതല്ല. അതുകൊണ്ട് ഒന്നുകൂടി പറയട്ടെ, ഈ പറയുന്ന ദിക്റുകളും സ്വലാത്തുകളും അതുപോലെ മുഹറം 9-ന്റെ ഈ 10-ന്റെ നോമ്പിന്റെ ശ്രേഷ്ഠതകൾ ഈ ഹദീസുകളിലൊക്കെ മഹാനായ ഇമാം ഇബ്നു ഹജറുൽ അസ്കലാനി തങ്ങൾ ഫതുഹുൽ ബാരിയിലെ മുഹറം നോമ്പുമായി ബന്ധപ്പെട്ട് എഴുതി വെക്കുന്നതാണ്. അവരൊക്കെ വെറും ഉലമാക്കളല്ല, വലിയ തലേക്കല്ലന്മാരായ ഉലമാക്കളാണ്. അല്ലാഹു സുബ്ഹാനഹു തആല സത്യം സത്യമായി മനസ്സിലാക്കി അതിനെ പിന്തുടരുവാനും തെറ്റിനെ തെറ്റായി മനസ്സിലാക്കി അതിൽ നിന്നും പിന്തിരിയാനും റബ്ബ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കും നമ്മളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്നവർ, നമ്മുടെ ചാനൽ ആരൊക്കെ വീഡിയോ കാണുന്നുണ്ടോ എല്ലാവർക്കും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നവർ, നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഖൈറുകളും സലാമത്തുകളും ഇരുലോകത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുടെ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. എല്ലാ രോഗങ്ങൾക്കും അല്ലാഹു ശിഫാ കൊടുക്കുമാറാവട്ടെ. ജോലിയില്ലാത്തവർ, മക്കളില്ലാത്തവർ, വീടില്ലാത്തവർ, ഇന്റർവ്യൂ കഴിഞ്ഞ റിസൾട്ട് കാത്തിരിക്കുന്നവർ, വിവാഹം കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങളായ കുട്ടിയുള്ള ഉസ്താദെ പ്രത്യേകം ദ്വാരക്കാൻ പറയുന്നവർ, അങ്ങനെ ആരെല്ലാം എന്തെല്ലാം പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടോ എല്ലാവരുടെയും സങ്കടങ്ങളെ പടച്ചവൻ മാറ്റിക്കൊടുക്കുമാറാവട്ടെ. മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കുമാറാവട്ടെ. ഭാര്യയുടെ ദുസ്വഭാവം മാറാൻ ഭർത്താവ്, ഭർത്താവിൻ്റെ ദുസ്വഭാവം മാറാൻ ഭാര്യ, ഒരുപാട് പേര് ദുആ വസിയ്യത്ത്. നമ്മുടെ എല്ലാവരുടെയും സ്വഭാവങ്ങളെ അല്ലാഹു തആല നന്നാക്കി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. മറ്റുള്ളവർക്ക് പ്രയാസമാകുന്ന, ഭാരമാകുന്ന ഒരവസ്ഥയെ തൊട്ട് അല്ലാഹു നമ്മെ എല്ലാവരെയും കാക്കുമാറാവട്ടെ. പരിശുദ്ധമായ മുഹറം മാസത്തിൽ നമ്മൾ അനുഷ്ഠിച്ച മുഴുവൻ കർമ്മങ്ങളും അല്ലാഹു സ്വീകരിക്കട്ടെ. മുഹറം 10-ന്റെ നോമ്പിലാണ് നമ്മളുള്ളത്. ഈ ഒരു ദിവസത്തെ അമലുകൾ, അതുപോലെ ഇന്നലെ നമ്മൾ ചെയ്ത അമലുകൾ, നോമ്പ് ഉൾപ്പെടെ എന്തെല്ലാം അമലുകൾ ഈ മാസത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ടോ എല്ലാം അല്ലാഹു തആല പോരായ്മകൾ പരിഹരിച്ച് സ്വീകരിക്കട്ടെ. ആമീൻ.